പശ്ചിമേഷ്യ എന്ന വമ്പൻ ചതുരംഗ പലകയിൽ കരുക്കൾ അതിവേഗം നീങ്ങുമ്പോൾ ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഒരേയൊരു സിംഹാസനത്തിലേക്കാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന ലേബലിൽ നിൽക്കുമ്പോഴും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സൗദി ആർക്കൊപ്പം നിൽക്കുമെന്നത് ഇന്ന് ലോകരാജ്യങ്ങളെ കുഴപ്പിക്കുന്ന ഒരു വലിയ കടങ്കഥ തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ രണ്ട് പ്രമുഖർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ആരെ പിന്തുണയ്ക്കുമെന്ന് ബാക്കിയുള്ളവർ ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കാറില്ലേ? ഏതാണ്ട് അതേപോലെയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സൗദിയുടെ നിലപാട്. ഒരു വശത്ത് പതിറ്റാണ്ടുകളായുള്ള അമേരിക്കൻ സൗഹൃദം, മറുവശത്ത് സ്വന്തം അയൽപ്പക്കത്തെ സമാധാനവും സാമ്പത്തിക സുരക്ഷയും. ഈ രണ്ട് വഞ്ചികളിലും ഒരേ സമയം കാൽ വെച്ച് മുന്നോട്ട് പോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഹോർമുസ് കടലിടുക്കിലെ അസ്വസ്ഥതകളും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുമ്പോൾ സൗദി അറേബ്യ എടുക്കുന്ന ഓരോ തീരുമാനവും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. അമേരിക്ക ഉണ്ടാക്കിയ ഈ വലിയ പ്രതിസന്ധികൾക്കിടയിൽ സൗദിക്ക് എത്രത്തോളം കരുത്തുറ്റ നിലപാടുകൾ എടുക്കാൻ കഴിയും? അവർ സ്വന്തം താല്പര്യങ്ങൾക്കാണോ അതോ സഖ്യകക്ഷികൾക്കാണോ മുൻഗണന നൽകുക? നമ്മളെയൊക്കെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന സൗദി അറേബ്യയുടെ ആ പുതിയ നയതന്ത്ര നീക്കങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുൻപ് സൗദി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ. UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ കടൽ മേഖലകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഗൾഫ് മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഭീഷണിയാകുന്ന ഇത്തരം നടപടികൾ ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഹോദര ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും റിയാദ് പൂർണ്ണ പിന്തുണയും ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനോ അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്താനോ ഉള്ള ഏതൊരു ശ്രമവും അനുവദിക്കാനാകില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രസ്താവനയിൽ ഊന്നി പറയുകയുമുണ്ടായി. ആഗോള സാമ്പത്തിക സുസ്ഥിതിയെയും കപ്പൽ ഗതാഗതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെയും അതിൽ സൗദി അറേബ്യ സ്വീകരിക്കുന്ന നിലപാടിനെയും കുറിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ അത് മേഖലയുടെ സമാധാനത്തിന് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നാണ് പറയാനുള്ളത്. UAE, ഖത്തർ, കുവൈത്ത് എന്നീ സഹോദര രാജ്യങ്ങളുടെ കടൽ അതിർത്തികൾ ലക്ഷ്യം വെച്ചുണ്ടായ ആക്രമണങ്ങളെ സൗദി അറേബ്യ വളരെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞു അല്ലെ. ഇതിലൂടെ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഒത്തൊരുമയും തന്നെയാണ് വീണ്ടും തെളിയുന്നത്. നമുക്കിത് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നോക്കാം. നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് നേരെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ കുടുംബനാഥൻ മുന്നിൽ നിന്ന് അത് തടയുകയും മറ്റുള്ളവർക്ക് ധൈര്യം നൽകുകയും ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെയാണ് ഗൾഫ് മേഖലയിലെ വലിയ ശക്തി എന്ന നിലയിൽ സൗദി അറേബ്യ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. UAE ആയാലും കുവൈത്തോ ഖത്തറോ ആയാലും അവരുടെ സുരക്ഷയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏത് വെല്ലുവിളിയും തങ്ങൾക്ക് നേരെ ഉള്ളതാണെന്ന വ്യക്തമായ സന്ദേശമാണ് റിയാദ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സൗദി അറേബ്യ പ്രധാനമായും ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ്. അതായത് ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെയും എണ്ണ വ്യാപാരത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണല്ലോ ഹോർമുസ് കടലിടുക്ക്. ഇത് അടയ്ക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ള ഏത് നീക്കവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മളൊക്കെ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതായത് ഒരു റോഡ് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അത് വാഹന യാത്രക്കാരെയും ചരക്ക് നീക്കത്തെയും ബാധിക്കുന്നത് ഒരേപോലെയാണ് അല്ലെ. ഈ സമുദ്രപാതയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഈ പാതകൾ സുരക്ഷിതമായി നിലനിർത്തണമെന്നാണ് സൗദി കർശനമായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സൗദി ഉറപ്പിച്ച് പറയുന്ന പിന്തുണയാണ്. അതായത് സഹോദര രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും സൗദി അറേബ്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഗൾഫ് മേഖലയുടെ സുസ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കുമെന്ന ഉറപ്പാണ് ഇതിലൂടെ നൽകുന്നത്. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഒരാൾ പറയാൻ നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണോ അതാണ് ഈ പ്രസ്താവനയിലൂടെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് സൗദി അറേബ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആഗോള സാമ്പത്തിക സുരക്ഷയാണ്. അതായത് സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് വെറും ഒരു പ്രശ്നമല്ല, മറിച്ച് ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന്
സൗദി ആവശ്യപ്പെടുന്നത് ലോക സമാധാനം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഈ നയം വ്യക്തമാക്കുന്നത് അവർ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത് എന്ന വസ്തുതയാണ്. വിവേകപൂർണമായ നീക്കങ്ങളിലൂടെ മേഖലയിൽ ശാന്തി നിലനിർത്താനാണ് സൗദി അറേബ്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അയൽരാജ്യങ്ങളുടെ സുരക്ഷ സ്വന്തം സുരക്ഷയായി കാണുന്ന ഈ സമീപനം ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുകയും ചെയ്യും. ശത്രുതാപരമായ നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നും അന്താരാഷ്ട്ര മര്യാദകൾ മുഴുവനായി പാലിക്കണമെന്നും സൗദി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേവലം ഒരു പ്രസ്താവന മാത്രമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് മേഖലയിലെ സമാധാനം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് കൃത്യമായിട്ട് സൗദി അറേബ്യ ഇവിടെ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ അവർ ആരുടെ കൂടെയാണ് എന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സൗദി അറേബ്യ ഇപ്പോൾ വലിയ നയതന്ത്രപരമായ ഒരു പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. അമേരിക്കയുമായുള്ള ദീർഘകാല സഖ്യവും അതേസമയം മേഖലയിലെ മാറുന്ന സാഹചര്യങ്ങളും സൗദിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഉദാഹരണത്തിന്, ഒരു വശത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ തന്നെ മറുവശത്ത് അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകാതെ നോക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം ഇന്ന് സൗദിക്കുണ്ട്. ഇത് ഏതാണ്ട് നമ്മുടെ ഒരു സുഹൃത്തും അയൽക്കാരനും തമ്മിൽ വഴക്കിടുമ്പോൾ ഇടയിൽ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? നമുക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരെയും പിണക്കാതെ എന്നാൽ സ്വന്തം വീടിന് കേടുപാടുകൾ സംഭവിക്കാതെ നോക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഇപ്പോൾ സൗദിയുടെ യഥാർത്ഥ അവസ്ഥ എന്നതാണ് പറയാനുള്ളത്. ഒരുപാട് വെല്ലുവിളികളും സൗദി നേരിടുന്നുണ്ട്, ആ കാര്യം കൂടി പറയാം. ഈ സംഘർഷം മൂലം ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൗദിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ പുറത്തുണ്ടാകുന്ന തർക്കങ്ങൾ കാരണം സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അത് നമുക്ക് വലിയ നഷ്ടമല്ലേ ഉണ്ടാക്കുന്നത്. അതേപോലെ സമുദ്രപാതകൾ തടസ്സപ്പെടുന്നത് സൗദിയുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള മേഖലകളിൽ സംഘർഷം വർദ്ധിക്കുന്നത് സൗദിയുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളെ സൗദി ഇത്ര ഗൗരവകരമായിട്ട് കാണുകയും ചെയ്യുന്നത്. അയൽപ്പക്കത്ത് തീ പിടിക്കുമ്പോൾ അത് തങ്ങളുടെ വീട്ടിലേക്ക് പടരാതിരിക്കാൻ സൗദി ജാഗ്രത കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അമേരിക്ക പലപ്പോഴും ഇറാനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നത് സൗദി അറേബ്യ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളാണ് എന്ന് അവർക്കറിയാം. ഉദാഹരണത്തിന്, ദൂരെയുള്ള ഒരാൾ കല്ലെറിയുമ്പോൾ അത് അവിടെയുള്ളവരുടെ ജനൽച്ചില്ലകൾ തകർക്കുന്നത് ഒരുപോലെയാണല്ലോ, അല്ലെ? ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് എങ്കിലും കണ്ണടച്ച് അമേരിക്കയെ പിന്തുണയ്ക്കുന്നതിന് പകരം സ്വന്തം നിലനിൽപ്പും മേഖലയുടെ സമാധാനത്തിന് മുൻഗണന നൽകുന്ന നയം തന്നെയാണ് സൗദി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനുമായി ചൈനയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ സമാധാന കരാറുകൾ ഇതിനൊരു മികച്ച ഉദാഹരണവുമാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ട് എങ്കിലും വളരെ ബുദ്ധിപൂർവ്വം നീങ്ങാനാണ് സൗദി അറേബ്യ ഇവിടെ ശ്രമിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുമ്പോൾ തന്നെ മറുവശത്ത് മേഖലയിലെ സംഘർഷങ്ങൾ തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും അവർ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. ഈ ബാലൻസ് ആക്ട് ആണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സൗദി അറേബ്യ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ആർക്ക് അനുകൂലമായിരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും സൗദിയുടെ നിലപാടുകൾ വെറുതെ ആവാതിരിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, നമ്മുടെ ലോകം പഴയ രീതിയിൽ തന്നെ ആകട്ടെ, ഒപ്പം അമേരിക്കയുടെ അപ്രമാദിത്യം അവസാനിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനും ആഗ്രഹമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് എഴുതുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കാമല്ലോ.